ഹലോ ഗൈസ്, വെൽക്കം ടു ഗോൾഡ് ക്രഷർ. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ശനിയാഴ്ച ന്യൂഡൽഹിയിൽ പ്രഖ്യാപിച്ചു. ആർട്ടിക്കിൾ 377 എന്ന ചിത്രമാണ് മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കാർത്തിക് ആര്യൻ, മമ്മൂട്ടി, യാമി ഗൗതം, സഞ്ജയ് മിശ്ര, രൂപശ്രീ വർക്കാടി, സഞ്ജന നമിദാസ് എന്നിവർക്ക് അഭിനയത്തിനുള്ള പുരസ്കാരങ്ങൾ കിട്ടി. 2024 ജനുവരി 1-നും 2024 ഡിസംബർ 31-നും ഇടയിൽ CBFC സാക്ഷ്യപ്പെടുത്തിയ ചിത്രങ്ങൾക്കായുള്ള ഈ അവാർഡുകൾ പ്രഖ്യാപിച്ചത് ചലച്ചിത്ര ജൂറി ചെയർമാനും മലയാളിയുമായ സംവിധായകനുമായ ജയരാജാണ്. നമുക്ക് ഇതിലെ ഓരോ കാറ്റഗറിയും നോക്കാം, ആർക്കൊക്കെയാണ് അവാർഡ് കിട്ടിയതെന്ന്. ആനുകാലിക കറണ്ട് അഫയേഴ്സിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സോ നമുക്കത് നോക്കാം ഓരോന്നായിട്ട്. ആദ്യം മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആർട്ടിക്കിൾ 370 ആണ്. ആർട്ടിക്കിൾ 370 2024 പുറത്തിറങ്ങിയ ഒരു ഇന്ത്യൻ ഹിന്ദി ഭാഷാ രാഷ്ട്രീയ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ആർട്ടിക്കിൾ 370. ആദിത്യ സുഹാസ് ജംഫാലയാണ് ചിത്രം സംവിധാനം ചെയ്തത്. അടുത്ത ബെസ്റ്റ് ആക്ടർ 2 പേർ ഷെയർ ചെയ്യുകയാണ്. ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിനായി കാർത്തിക് ആര്യനും ബ്രഹ്മയുഗത്തിന് നമ്മുടെ സ്വന്തം മമ്മൂക്കയ്ക്കുമാണ് കിട്ടിയത്. മമ്മൂക്കയുടെ 4ാമത്തെ ദേശീയ അവാർഡാണ് ഇത്തവണ കിട്ടിയത്. ബെസ്റ്റ് ആക്ട്രസായി തിരഞ്ഞെടുത്തിരിക്കുന്നത് യാമി ഗൗതത്തിനെയാണ്. ആർട്ടിക്കിൾ 370 എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് യാമി ഗൗതത്തിന് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയത്. ബെസ്റ്റ് ഡയറക്ടറായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അമരൻ എന്ന സിനിമ സംവിധാനം ചെയ്ത രാജ്കുമാർ പെരിയസ്വാമിയാണ്. അമരൻ എന്ന സിനിമ സംവിധാനം ചെയ്ത രാജ്കുമാർ പെരിയസ്വാമിയാണ് ബെസ്റ്റ് ഡയറക്ടറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ ആയിട്ട് തിരഞ്ഞെടുത്തത് സഞ്ജയ് മിശ്ര. അക്ഷക് എന്ന സിനിമയ്ക്കായിട്ട് സഞ്ജയ് മിശ്രയാണ് ഇപ്രാവശ്യത്തെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ ആയിട്ട് തിരഞ്ഞെടുത്തത്. ഇത്തവണ 2 പേർക്ക് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് എന്ന അവാർഡ് ഷെയർ ചെയ്തിരിക്കുകയാണ്. രൂപശ്രീ വർക്കാടി, സഞ്ജന നമിദാസ്. രൂപശ്രീ വർക്കാടി മിഥ്യ എന്ന സിനിമയ്ക്ക് വേണ്ടിയും സഞ്ജന നമിദാസ് മഹാരാജ എന്ന സിനിമയ്ക്കുമാണ് ഇപ്രാവശ്യത്തെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് അവാർഡ് കിട്ടിയത്. ബെസ്റ്റ് ഡെബ്യൂ ഡയറക്ടറായിട്ട് 72ാമത് നാഷണൽ അവാർഡ് കിട്ടിയത് രൺദീപ് ഹൂഡയ്ക്കാണ്. സ്വതന്ത്ര വീർ സവർക്കർ എന്ന സിനിമയ്ക്ക് വേണ്ടി രൺദീപ് ഹൂഡയ്ക്കാണ് ബെസ്റ്റ് ഡെബ്യൂ ഡയറക്ടർ അവാർഡ് കിട്ടിയത്. ആൻ ആക്ടർ ടേണിംഗ് ഡയറക്ടർ ആൻഡ് വിന്നിങ് എ നാഷണൽ അവാർഡ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം രൺദീപ് ഹൂഡയാണ്. ആക്ടർ ടേൺഡ് ഡയറക്ടർ എന്നുള്ളത് രൺദീപ് ഹൂഡയാണ്. ചിത്രം സ്വതന്ത്ര വീർ സവർക്കർ എന്നുള്ളതാണ്. പിന്നെ 2 സ്പെഷ്യൽ ഫീച്ചർ ഫിലിം കാറ്റഗറീസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഹോൾസം എൻ്റർടൈൻമെൻറ്റും ഒന്ന് പ്രൊമോട്ടിംഗ് സോഷ്യൽ വാല്യൂസ്. ഹോൾസം എൻ്റർടൈൻമെൻറ്റ് എന്ന കാറ്റഗറിയിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് കൽക്കി 2898 AD ആണ്. അതേപോലെ പ്രൊമോട്ടിംഗ് സോഷ്യൽ വാല്യൂസ് എന്ന കാറ്റഗറിയിൽ ക്യാപ്റ്റൻ മില്ലർ എന്ന സിനിമയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിനി നോക്കാം ഓരോ ബെസ്റ്റ് ഫീച്ചർ ഫിലിം ബൈ ലാംഗ്വേജ്. ഓരോ ലാംഗ്വേജിലും ബെസ്റ്റ് ഫീച്ചർ ഫിലിം ആയിട്ട് തിരഞ്ഞെടുത്തത് ഏതൊക്കെയാണെന്ന്. മലയാളത്തിൽ ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയാണ് ബെസ്റ്റ് ഫീച്ചർ ഫിലിം ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഫാസിൽ മുഹമ്മദ് ആണ് ഈ ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. തമിഴിൽ റായൻ എന്ന സിനിമയാണ് മികച്ച ഫീച്ചർ ഫിലിമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2024 പുറത്തിറങ്ങിയ റായൻ. ധനുഷ് രചനയും സംവിധാനവും നിർവഹിച്ച് 2024 പുറത്തിറങ്ങിയ സിനിമയാണ് റായൻ. അടുത്തതായി തെലുങ്കുവിൽ കമ്മറ്റി കുറോലു എന്ന സിനിമയാണ് ബെസ്റ്റ് ഫീച്ചർ ഫിലിമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കന്നഡയിൽ മിഥ്യ എന്ന സിനിമയും ഹിന്ദിയിൽ ശ്രീകാന്ത് എന്ന സിനിമയുമാണ് മികച്ച ഫീച്ചർ ഫിലിമായിട്ട് ഓരോ ലാംഗ്വേജിലും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്നും കൂടെ നോക്കാം. മലയാളത്തിൽ ഫെമിനിച്ചി ഫാത്തിമ, തമിഴിൽ രായൻ, തെലുങ്കുവിൽ കമ്മറ്റി കുറോലു, കന്നഡയിൽ മിഥ്യ, ഹിന്ദിയിൽ ശ്രീകാന്ത്. ടെക്നിക്കൽ ഹൈലൈറ്റ്സ്, അതായത് ടെക്നിക്കൽ വിഭാഗത്തിൽ മലയാളത്തിന് ഒരു അവാർഡും കൂടെ കിട്ടിയിട്ടുണ്ട്. സെഹനാദ് ജലാൽ എന്നയാൾക്കാണ് ബെസ്റ്റ് സിനിമോട്ടോഗ്രഫി ബ്രഹ്മയുഗത്തിനാണ് ആ അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഇതേ സിനിമയ്ക്കാണ് നമ്മുടെ മമ്മൂക്കയ്ക്കും അവാർഡ് കിട്ടിയത്. നമുക്കൊന്ന് റീക്യാപ്പ് എടുത്ത് നോക്കാം. ബെസ്റ്റ് ഫീച്ചർ ഫിലിം ആർട്ടിക്കിൾ 370. ബെസ്റ്റ് ആക്ടർ കാർത്തിക് ആര്യൻ ആൻഡ് മമ്മൂട്ടി. ബെസ്റ്റ് ആക്ട്രസ് യാമി ഗൗതം. ബെസ്റ്റ് ഡയറക്ടർ രാജ്കുമാർ പെരിയസ്വാമി. ബെസ്റ്റ് മലയാളം ഫിലിം ഫെമിനിച്ചി ഫാത്തിമ. ഇത്രയാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ 72ാമത് നാഷണൽ ഫിലിം അവാർഡ്സിലെ അവാർഡുകൾ. ഇതെന്തായാലും അടുത്ത് വരുന്ന പരീക്ഷയ്ക്കെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.